5, 6. തോൽവി സമ്മതിക്കില്ല. ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഞങ്ങൾ ഇന്നൊരു ഡിന്നർ കഴിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ ഡിന്നർ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിലേക്ക്. കറി ഹൗസ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിന്റെ പേര്. പക്ഷെ ഈ ബോട്ട് തുഴഞ്ഞ് മിക്കവാറും അവിടെ എത്തുമ്പോൾ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഒട്ട് ഹെൽപ്പ് ചെയ്യാൻ ഇവൻ സമ്മതിക്കുന്നുമില്ല. ആമി, നിന്റെ അടുത്ത് ടേക്ക് യുവേഴ്സ്. വാ, ഈ കാണുന്ന ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. കറി ഹൗസ് കൊക്കോ എന്ന് എഴുതിയിട്ടില്ലേ, അവിടെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. വായോ. വെജിറ്റബിൾ കറി, സ്പിനാച്ച് കറി, നാറ്റോ, സ്ക്രാമ്പിൾഡ് എഗ് കറി. ഓക്കെ, ഇവിടെ അകത്തും മെനു കാണൂല, നമുക്ക് അകത്തും നോക്കാം. Yes, come on, let's go. എന്താണ് അമ്മി വേണ്ടേ? നമ്മള് റെസ്റ്റോറന്റ് ഉള്ളിൽ വന്നു. ഇനി നമുക്ക് മെനു നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് നോക്കാം. ഞങ്ങൾ ഇവിടെ മെയിൻലി വന്നിരിക്കുന്നത് കറി റൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തി തരാമല്ലോ ആ ഡിഷ്. ആ ഡിഷിന് നമ്മളുടെ കൺട്രിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അപ്പൊ അത് നമുക്ക് ഓർഡർ ചെയ്തിട്ട് അത് പറയാം. ഇവിടെ നമ്മൾ മൊബൈൽ ഓർഡർ ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ത്രൂ മൊബൈലാണ് നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ ഓർഡർ ചെയ്യേണ്ടത്. കോൺ സാലഡ്, എഗ് സാലഡ്, ട്യൂണ സാലഡ്, ഫ്രൈഡ് ചിക്കൻ സാലഡ്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എത്ര ഗ്രാമാണ് റൈസ് എന്ന് വരെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ സ്പൈസ് ഒക്കെ വേണമെങ്കിൽ സ്പൈസ് ലെവൽ ഉണ്ടോ, അത് നമ്മൾ ഓരോ സ്പൈസ് ലെവലിനനുസരിച്ച് റേറ്റും മാറുന്നുണ്ട്. അപ്പോൾ സ്പൈസ് ലെവൽ 5 ആണെങ്കിൽ 125 എണ്ണ എക്സ്ട്രാ കൊടുക്കും. നമുക്ക് 125 എക്സ്ട്രാ കൊടുത്തിട്ട് വാങ്ങിക്കാം. അല്ലെങ്കിൽ മധുരിച്ചിട്ട് ഇവരുടെ കറി കംപ്ലീറ്റ് മധുരമാണ്. നാട്ടിലുള്ളവരൊന്നും ഒരു ബീഫ് കറി ചിക്കൻ കറി ഒന്നും മധുരത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. ആക്ച്വലി ബാംഗ്ലൂരുണ്ട് സാമ്പാറൊക്കെ, പക്ഷെ അതൊന്നും ഈ മധുരമല്ല, ഇവിടുത്തെ മധുരമല്ല. ഇവിടെ ഇതുണ്ട് സ്പൈസ് ലെവൽ 20 ഇവർക്ക് തരണമെങ്കിൽ നമ്മൾ സ്പൈസ് ലെവൽ 15 ഓൾറെഡി കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. എനിക്ക് തോന്നുന്നു സ്പൈസ് ലെവൽ 20 ഒക്കെ നമ്മളുടെ നാട്ടിലെ സാധാ സ്പൈസ് ലെവൽ ആയിരിക്കും. ഇവർ ഒട്ടും സ്പൈസി ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല. ഇവരുടെ എല്ലാ ഫുഡിനും ഒട്ടൊരു മധുരം അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് കൂടുതലും. അങ്ങനെ സ്പൈസി ഫുഡ് കഴിക്കുന്ന ആൾക്കാരെയല്ല, കഴിക്കുന്നവരും ഉണ്ട്, പക്ഷെ കൂടുതലും സ്പൈസി ഫുഡ് കഴിക്കുന്നവരല്ല. നമുക്ക് 5 പറഞ്ഞാൽ പോരെ. You can choose your toppings to be like എന്താ വേണ്ടേ? ഹാഫ് എഗ് ആൻഡ് ഹാഫ് സ്ക്രാമ്പിൾഡ് എഗ് വേണോ? ഹാഫ് മഷ്റൂം, ഹാഫ് സ്പിനാച്ച്, സ്ക്വിഡ്, ഹാഫ് ചീസ്, വെജിറ്റബിൾസ്. ഇപ്പൊ നമ്മള് 2 ഫ്രഞ്ച് ഫ്രൈസും ഒരു ചിക്കൻ ക്രിസ്പി ചിക്കൻ പ്ലസ് ബീഫ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറി റൈസും, ക്രിസ്പി ചിക്കൻ കട്ട്ലേറ്റും റൈസ് കറി റൈസും കൂടെ കൂടിയിട്ടുള്ള ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നമുക്ക് 3061 yen ആയിട്ടുണ്ട്. നാട്ടിലൊരു 1500 yen അടുത്ത് വരും, 1500 രൂപയുടെ അടുത്ത് വരും. Order acceptance, table number 103. Thank you for order. നമ്മൾ സുഷി കഴിക്കാൻ പോയപ്പം ഉള്ള പോലത്തെ സെയിം സെറ്റപ്പ് ആണ് കേട്ടോ. നമുക്ക് ഈ ഗാർലിക് ജിഞ്ചറിന്റെ വിനീഗറിലിട്ട് വെച്ചിരിക്കുന്ന ജിഞ്ചർ സ്പൈസസ്, ഇത് പെപ്പർ ആണെന്ന് തോന്നുന്നു. പെപ്പർ എന്നാണ് ഓക്കെ, സ്പൈസ് എന്ന് എഴുതിക്കുന്നത്. പിന്നെ സോസ്. ഇത് നമുക്ക് ടിഷ്യൂ ഒക്കെ വേണമെങ്കിൽ അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ ഇരിപ്പുണ്ട്. അതിന് വെള്ളം വേണോ? വാട്ടർ. നല്ല തണുപ്പ് സമയമാണ്, പക്ഷെ ഫുൾ ഐസിങ് കേട്ടാ. കുടിക്ക്. ഫുഡ് വന്നിട്ട് ഫുഡ് കഴിച്ചു.
അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് കറി റൈസും ക്രിസ്പി ചിക്കനും സ്ക്രാമ്പിൾഡ് എഗ്ഗും റൈസുമാണ്. ഇവിടെ സച്ചു ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ കട്ട്ലറ്റും റൈസും കറിയുമാണ്. അപ്പൊ ഇനി കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് പറയാം. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാം. ഇപ്പൊ ഞാൻ സ്പൈസ് ലെവൽ 5 അല്ലേ പറഞ്ഞിരിക്കണേ, അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം എത്ര സ്പൈസി ആണെന്ന് കേട്ടോ. സ്പൈസിയാണ്, അത്യാവശ്യം നല്ല സ്പൈസിയാണ്. പക്ഷെ എങ്കിലും ആ ഒരു മധുരിപ്പ് ആണ് കുറച്ച് മുന്നേ നിൽക്കുന്നത്. അങ്ങനെയല്ല, അതിന് സ്പൈസിയാണ്. നമ്മളുടെ കുരുമുളകാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കുരുമുളകിന്റെ സ്പൈസി ആ ഒരു ഫീലാ വരുന്നത്. This is curry is with spicy. Like it? Spice hot. That's so easy. Spicy is hot. ഇവിടെ എൻ്റെ പിള്ളേരും മോൻ പിന്നെയും കുറച്ച് സ്പൈസ് ലെവൽ കഴിക്കുന്ന ആളാണ്. ആമി ഒട്ടും സ്പൈസി ഫുഡ് കഴിക്കാറില്ല. ആമി ഓൾമോസ്റ്റ് ജാപ്പനീസ് ആൾക്കാരുടെ പോലെ തന്നെ ആ ഒരു ജാപ്പനീസ് ടേസ്റ്റാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ വീട്ടിൽ നാടൻ ഫുഡ് എല്ലാമാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ ഞങ്ങളുടെ സ്പൈസ് ലെവൽ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അത് പക്ഷെ ആൾ കഴിക്കും, എന്നാലും അത്ര വലിയ താല്പര്യമില്ല സ്പൈസി ഫുഡിനോട്. ഇതൊരു നമ്മളുടെ ലെവൽ സ്പൈസി ഫുഡ് തന്നെ കേട്ടോ. ഇന്ത്യൻസ് ഇപ്പൊ ഈ കറി റൈസ് ഇന്ത്യൻസ് കഴിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ സ്പൈസ് ലെവൽ 5 ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യൻസിന് ഓക്കെ ആയിട്ടുള്ള സ്പൈസി ഫുഡ് തന്നെയാണ്. ജാപ്പനീസുകാർക്ക് ഇത് ടൂ മച്ച് ആണ്. അവർ ഇത്ര സ്പൈസ് ലെവൽ കഴിക്കില്ല. ഈ കറി റൈസ് ഇതിപ്പോ നിങ്ങൾ കാണുമ്പോൾ ഇതിപ്പോ നാട്ടിൽ കിട്ടുന്ന ഒരു സാധാരണ റൈസും കറിയും ഒക്കെ പോലെ തന്നെയാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ ഈ കറി റൈസിന്. ഇത് ഓൾമോസ്റ്റ് ഇവിടുത്തെ ജപ്പാന്റെ നാഷണൽ ഫുഡായിട്ടാണ് ഇവർ അംഗീകരിക്കുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളിൽ അത് അങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ജപ്പാനിൽ ഓവറോൾ നോക്കുമ്പോൾ ഈ കറി റൈസ് എന്ന് പറയുന്നത് ജപ്പാന്റെ നാഷണൽ ഫുഡാണ്. ജപ്പാന്റെ നാഷണൽ ഫുഡ് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. ഈ ജപ്പാന്റെ നാഷണൽ ഫുഡ് നമ്മൾ ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഭയങ്കര ബന്ധമുള്ള കാര്യമാണ്. അതായത് ജപ്പാനിൽ കറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. പണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ജാപ്പനീസ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ സെൻസേ, അതായത് അവിടുത്തെ ടീച്ചറിനോട് ഞങ്ങൾ ഇങ്ങനെ ഇന്ത്യൻ ഫുഡ് കറി യൂസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ നമ്മൾ റൈസ് കഴിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. അതായത് ഇവർ എല്ലാ ഫുഡും കറി യൂസ് ചെയ്തിട്ടല്ല കഴിക്കുന്നത്. അതായത് റൈസ് ഇവർ കൂടുതലും കറി യൂസ് ചെയ്തിട്ടല്ല കഴിക്കുന്നത്. നമ്മൾക്ക് ഇങ്ങനെ തോരൻ, മെഴുക്ക് വരട്ടി, ഒഴിച്ച് കറി, അങ്ങനെ എല്ലാം കൂടെ ഫുഡാണല്ലോ നമ്മൾ കറി എന്ന് പറയുന്നത്. പക്ഷെ ഇവര് ഇതിനാണ് കറി എന്ന് പറയുന്നത്. ഇവരിവിടെ കറി എന്നല്ല പറയുന്നത്, ഇവരിവിടെ കരേ എന്നാണ് പറയുന്നത്. ഇവർക്ക് ഈ തോരൻ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവർക്കില്ല. ഇവരല്ലാതെ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ്, ചിക്കൻ ഫ്രൈഡ് അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് ഇവർ റൈസ് കഴിക്കുന്നത്. റൈസ് ഇവരുടെ ഒരു മെയിൻ ഫുഡ് തന്നെയാണ് കേട്ടോ. ഇവർ ബ്രേക്ക്ഫാസ്റ്റിന് ഉൾപ്പെടെ ഇവർ റൈസ് കഴിക്കാറുണ്ട്. ഇനി നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്നല്ലേ, ഈ കഥ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കഥയാണ് കേട്ടോ. 19th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തെ കഥയാണിത്. നമ്മുടെ നാട്ടില് കറി റൈസ് ഉണ്ടായിരുന്ന ഒരു കാലം. അന്ന് ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ കറി റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ ഈ കറി പൗഡറൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുകയും കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവർ ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് നാട്ടിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലോട്ടൊക്കെ പോകുന്നത് കപ്പൽ മാർഗമാണല്ലോ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈ ഫുഡ് ഇവർ സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷുകാർ ജപ്പാനിലെത്തിയപ്പോൾ ഇന്ത്യയിൽ നിന്നും ഈ ബ്രിട്ടീഷുകാർ പഠിച്ചെടുത്ത ഈ കറി പൗഡറും ഈ കറി റൈസും ഒക്കെ ഇവർ ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് ജപ്പാനിൽ ഈ കറി പൗഡറും കറി റൈസും ഒക്കെ ഉണ്ടായത്. ഇപ്പം ഞങ്ങളിവിടെ സ്പൈസ് ലെവൽ 5 ആണല്ലോ ഓർഡർ ചെയ്തത്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ജാപ്പനീസുകാരൊന്നും അധികം സ്പൈസ് കഴിക്കുന്ന ആൾക്കാരല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ സ്പൈസി ഫുഡായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരും ജാപ്പനീസുകാരും ഒന്നും അധികം സ്പൈസ് ലെവൽ കഴിക്കാത്തതുകൊണ്ട് ഇവർ ഇതിൻ്റെ സ്പൈസിനെസ് ഒക്കെ കുറച്ച് ഗരം മസാലയും കാര്യങ്ങളൊക്കെ കുറച്ച് അവരുടെ സോസൊക്കെ ആഡ് ചെയ്ത് അവരുടേതായ രീതിയിൽ ഇവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു
1980 1990 കാലഘട്ടത്തിലാണ് കറി റൈസ് ഭയങ്കര പോപ്പുലർ ആവുന്നത്. ഇവിടെയും സോൾജേഴ്സിൻ്റെ ഇടയിലും ഇങ്ങനെ നേവി ആൾക്കാരുടെ ഇടയിലൊക്കെയാണ് ആദ്യം കറി റൈസ് ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇത് കോമൺ ആൾക്കാരുടെ ഇടയിലേക്കൊക്കെ പോപ്പുലർ ആയി തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഈ കറി ഹൗസ് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, ഇതാണ് ജപ്പാനിലെ ലാർജസ്റ്റ് കറി റെസ്റ്റോറൻറ്റ് ചെയിൻ. ഇവിടെയാണ് ഏറ്റവും തനതായ രീതിയിലുള്ള ജാപ്പനീസ് കറിയും റൈസും കിട്ടുന്നത്. ഇത് 1978 കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ജപ്പാൻകാരുടെ ഇടയിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ഡിഷാണ് കറി റൈസ്. അങ്ങനെയാണ് ഇത് ഇവിടുത്തെ ഒരു നാഷണൽ ഡിഷ് തന്നെയായത്. സുഷിയും രാമനും ഒക്കെ ഉള്ള ഈ സ്ഥലത്ത് ഈ കറി റൈസ് ആണ് ഇവിടുത്തെ നാഷണൽ ഡിഷ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളൊരു കൾച്ചർ കൈമാറ്റവും കൂടിയാണല്ലേ. അത് നമ്മൾക്കൊരു അഭിമാനമാണ്. നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ഫുഡാണ് ഇവിടുത്തെ നാഷണൽ ഫുഡ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ സ്പൈസ് ലെവൽ 5 പറഞ്ഞിരിക്കുന്നത്. സ്പൈസ് ലെവൽ 20 എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും അടപ്പുളകീനെ. കാരണം സ്പൈസ് ലെവൽ 5 തന്നെ നല്ല സ്പൈസിയാണ്. ഞങ്ങൾ ഇതുവരെ സ്പൈസ് ലെവൽ ആക്ച്വലി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ ഒരു നോർമൽ ലെവലിലുള്ളതിനെ ഞങ്ങൾ കഴിക്കാറ്. അത് കുറച്ച് മധുരമായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് ഇഷ്ടമാണ്. ഇനി ഇത് നമ്മളുടെ ബീഫ് കറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബീഫ് റോസ്റ്റും ബീഫ് കറിയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. അത് മേ ബി നമ്മൾ പണ്ട് മുതലേ പരിചയമുള്ള, അല്ലെങ്കിൽ നമുക്ക് പണ്ട് മുതലേ നമ്മൾ കഴിച്ച് ശീലിച്ച ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പക്ഷെ നമുക്ക് ബീഫൊക്കെ കഴിച്ച് ബീഫ് കറിയൊക്കെ കഴിച്ചൊരു ഫീൽ കിട്ടും. ശരിക്കും ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്ന കാലത്തിന് മുന്നേ, അതായത് സോഷ്യൽ മീഡിയയോ ടിവിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടം വരെ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ, അതായത് ഒരു ഫുഡ് എന്നൊക്കെ പറഞ്ഞ ഒരു നാട്ടിലെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അതൊക്കെ ഒരു വേറൊരു രാജ്യത്തോട്ട് പോയി എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഫുഡ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വന്ന ഒരു ഫുഡ് ഇവിടുത്തെ നാഷണൽ ഫുഡ് ആയിരിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവാണ് കേട്ടോ. എനിക്കറിയില്ല റെസ്റ്റോറൻറ്റിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന എത്ര കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കുറെ പേര് അവിടെ ഇരുന്ന് കഴിക്കുന്നുള്ളൂ. അപ്പൊ അവരെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് കുറച്ച് പതുക്കെയാ പറഞ്ഞിരിക്കണേ. ഇൻ കേസ് അത് ക്ലിയർ അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യാട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു പോവാണ്. ബ്രിട്ടീഷുകാർ ജപ്പാനിൽ കപ്പൽ മാർഗം അവർ എത്ര സമയം എടുത്തു എന്നറിയത്തില്ല. പക്ഷെ അതിൽ കൂടുതൽ സമയം ഞങ്ങള് ഇവനെയും കൊണ്ട് ഈ വണ്ടിയിൽ വീടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സമയം എടുക്കും. അപ്പൊ ഇതുപോലുള്ള ജപ്പാൻ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.